പ്രജ്ഞനായി ജനങ്ങൾ കൂട്ടമായി സേവേറിയോസിനെ അനുഗമിച്ചു. ആ സേവേറിയോസ് ആണ് ഇപ്പോൾ നാടുകടത്തപ്പെട്ടു, കാലം ചെയ്യപ്പെട്ടു. ഇപ്പോൾ അവർക്ക് മനസ്സിലായി അന്ത്യോക്യൻ സിംഹാസനം അനാഥമായിരിക്കുന്നു, അന്ത്യോക്യൻ സിംഹാസനത്തിന് കീഴിലുള്ള ജനങ്ങളെ മുഴുവൻ നമുക്ക് കിട്ടും എന്ന് മനപ്പായസം കൊണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് യാക്കോബ് ബുർദാനയുടെ രംഗപ്രവേശം. അങ്ങനെ യാക്കോബ് ബുർദാന വേഷപ്രച്ഛന്നനായി സകല സ്ഥലത്തും സഞ്ചരിച്ച് വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തപ്പോഴാണ് AD 543 ഞാൻ പറഞ്ഞ ഈ അന്തിമോസ് സേവേറിയോസിന്റെ കാലത്ത് മിയാഫൈസിറ്റസ് ശരിയാണെന്ന് പറഞ്ഞതിന് റോമൻ മാർപ്പാപ്പ നേരിട്ട് വന്ന് ശാസിച്ചു. റോമൻ ചക്രവർത്തിയുടെ ശാസനയും കൽപ്പനയും അവസാനം ലാസ്റ്റ് വാണിംഗ് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസാണ്. നിങ്ങൾ ഓർക്കണം, കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് ഇവരുടെ കേന്ദ്രം. അവിടുത്തെ പാത്രിയർക്കീസ് ആയിരുന്ന അന്തിമോസ് പറഞ്ഞു, ഇല്ലില്ല, ഞാൻ ഏതായാലും സേവേറിയോസിന്റെ വിശ്വാസമാണ് എന്റെ വിശ്വാസം. അങ്ങനെ അന്തിമോസിനെ ഡിപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രഷ്ടനാക്കി. അന്തിമോസിനെ സ്ഥാനഭ്രഷ്ടനാക്കി. അങ്ങനെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട അന്തിമോസ് കോൺസ്റ്റാന്റിനോപ്പിളിലെ സിംഹാസനവും കൊട്ടാരവും ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ പ്രവാസത്തിലിരിക്കുന്നു. ആ സമയത്ത് കോപ്റ്റിക് ഓർത്തഡോക്സ്, ഇന്നത്തെ പേരാ ഞാൻ പറയുന്നത്, അന്നത്തെ പേരല്ല, അന്ന് അലക്സാണ്ട്രിയൻ സഭ എന്ന് പറയും. അലക്സാണ്ട്രിയൻ സഭയുടെ പാത്രിയർക്കീസ് ആയിരുന്ന തിയോഡോഷ്യസ്, അദ്ദേഹം പ്രവാസത്തിലാണ്. കാരണം അവിടെ ഇവരുടെ വലിയ ശക്തികളാണ്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. തിയോഡോഷ്യസ് പ്രവാസത്തിലാണ്. പിന്നെയുള്ളത് ലവോദിക്കയായിൽ നിന്ന് വന്ന കോൺസ്റ്റാന്റിയസ്. ലവോദിക്കയായിൽ നിന്ന് വന്ന കോൺസ്റ്റാന്റിയസ്. 3 ബിഷപ്പുമാർ, അതായത് അന്തിമോസ്, തിയോഡോഷ്യസ്, കോൺസ്റ്റാന്റിയസ്. പിന്നെ അതുകൂടാതെ ഈ തിയോഡോഷ്യസ് ജയിലിൽ കിടന്നപ്പോൾ, നിങ്ങൾക്ക് ഈ സിനിമയിലൊക്കെ ചിലപ്പോൾ കാണാമല്ലേ, ജയിലിൽ വെച്ച് പരിചയപ്പെടുന്ന ജയിൽ പുള്ളി. അങ്ങനെ തിയോഡോഷ്യസ് ജയിലിൽ കിടന്നപ്പം 2 ബിഷപ്പുമാരെ പരിചയപ്പെട്ടായിരുന്നു. ആ ബിഷപ്പുമാരും കൂടി ജയിൽ പരിചയം 5 പേര്. 5 ക്രിമിനലുകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദൃഷ്ടിയിൽ ക്രിമിനലുകളാണ്. അതായത് അന്തിമോസ്, തിയോഡോഷ്യസ്, കോൺസ്റ്റാന്റിയസ്, തിയോഡോഷ്യസിന്റെ പരിചയക്കാർ 2 ബിഷപ്പുമാർ. ഈ 5 ബിഷപ്പുമാർ ചേർന്നാണ് യാക്കോബ് ബുർദാനയെ വാഴിക്കുന്നത്. അവിടെയാണ് യാക്കോബായ സഭ ഉണ്ടാകുന്നത്. യാക്കോബായ സഭയുടെ ചരിത്രവും പാരമ്പര്യവും ഭൂമിശാസ്ത്രവും പിന്നാമ്പുറവും ഒക്കെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ 5 ക്രിമിനലുകൾ കൂടി തുടങ്ങിയ സഭയാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ലോകത്തിന്റെ ഭാഷയിലാണ്, ഈസ്റ്റുകാരുടെ ഭാഷയിലാണ്. ഈ അന്തിമോസ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വരണം യാക്കോബ് ബുർദാനയെ വാഴിച്ച ആളാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഷിബു പാച്ചറിന് സത്യങ്ങളൊക്കെ പറയാൻ അറിയാമല്ലേ? ഇതൊക്കെ മുൻപ് പറഞ്ഞതാണ്, ഇപ്പോൾ പറഞ്ഞതല്ല. ഇപ്പോൾ ഇതൊന്നും പറയില്ല. കാരണം ഇപ്പോൾ അടിമനുഖത്തിന്റെ തലതൊട്ടപ്പനാണ് പാച്ചർ. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം അനുസരിച്ച് പട്ടത്വം ഒരാൾക്ക് നൽകി കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കാൻ ആർക്കും അധികാരമില്ല. എന്നാൽ താങ്കൾ പറഞ്ഞതുപോലെ അബ്ദുള്ള പാർത്രിയാർക്കീസ് വളഞ്ഞ വഴിയിലൂടെ അബ്ദേദ് മഷിഹ പാർത്രിയാർക്കീസിനെ സ്ഥാനഭ്രഷ്ടനാക്കി ആ സ്ഥാനം കൈക്കലാക്കി. എങ്കിലും അബ്ദേദ് മഷിഹയാണ് മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചത്. യാക്കോബ് ബുർദാനയെ പറ്റി താങ്കൾ പറഞ്ഞതും ശരിയാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യാക്കോബ് ബുർദാന ജസ്റ്റിൻ ചക്രവർത്തി നാടുകടത്തപ്പെട്ട ബിഷപ്പുമാരുടെ കൂടെ രാജ്ഞിയുടെ സഹായത്തോടെ പണിത പ്രത്യേക കൊട്ടാരത്തിൽ താമസിക്കുകയും രാജകൽപ്പനക്കെതിരായി ആളുകളെ സംഘടിപ്പിക്കുകയും ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. കീറച്ചാക്ക തച്ചുടുക്കുന്നവൻ എന്നർത്ഥമുള്ള ബുർദാന എന്ന എതിരാളികൾ കളിയാക്കി അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അങ്ങനെ യാക്കോബിന്റെ അനുയായികൾ എന്ന അർത്ഥത്തിലാണ് യാക്കോബായക്കാർ എന്ന പേര് ആ സഭയ്ക്കുണ്ടായത്. അബ്ദുള്ള പാർത്രിയാർക്കീസ് തികച്ചും ലൗകികനായിരുന്നു. ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപനം നടത്താതിരിക്കാൻ വേണ്ടിയാണ് മലങ്കര മെത്രാപ്പൊലീത്തനായിരുന്ന വട്ടശ്ശേരി തിരുമേനിയെ അദ്ദേഹം മുടക്കിയത്. അതുകൊണ്ട് അബ്ദേദ് മഷിഹ പാർത്രിയാർക്കീസിന്റെയോ വട്ടശ്ശേരി തിരുമേനിയുടെയോ ആത്മീയ നൽവരങ്ങൾ ഒന്നും നഷ്ടപ്പെടുകയില്ല.